എന്തായാലും സുഖമാണ്, നമുക്കറിയാം. സുഖം സ്വസ്ഥമായ ഹോപ്പ് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം എനിക്ക് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്നുണ്ടല്ലോ നമ്മളൊരു ട്രിപ്പിന് വേണ്ടി പോണ ഗൈസ്. അതെ, വീണ്ടും ഒരു ട്രിപ്പ്. ഇനി നിങ്ങൾക്ക് അലൂല പറഞ്ഞ ട്രിപ്പ് ഓർമ്മയുണ്ടാവും. എന്നിട്ട് ആ വീഡിയോ സ്റ്റിൽ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാം. ബൈ ദ വേ, ഈ ട്രിപ്പിൽ പോകാൻ വേണ്ടി എൻ്റെ അടുത്ത് 2 ഫ്രണ്ട്സ് വന്നിരിക്കുന്നുണ്ട്. ഇതാണ് ദേവ, ആദ്യമായിട്ട് വരുന്നല്ലേ. ഇതാണ് ധനഞ്ജയ്. എന്താ കളിക്കുക? ഫോൺ കൊണ്ട് എന്താ കളിക്കുക? ഓക്കെ, ഇന്ന് നമ്മൾ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കുളിച്ചു, എല്ലാം നനച്ചിലൊക്കെ ചെയ്തു. എന്നിട്ട് ഫൈനലി വി ഹിറ്റ് ദ റോഡ് ഗൈസ്. നമ്മൾ 800 കിലോമീറ്റേഴ്സ് പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ സ്ഥലത്തിന്റെ പേരാണ് അൽബ. അൽബ ഏതൊരു സ്ഥലമാണ് സൗദി അറേബ്യയിൽ. ബട്ട് ഗസ് വാട്ട്, ഈ സ്ഥലത്തിൽ പോകുമ്പോഴുള്ള ഗൈസ് നിങ്ങൾക്ക് ഒരിക്കലും തോന്നത്തില്ല ഇതൊരു സൗദി അറേബ്യയിലാണ്. ഇൻഫാക്ട് നിങ്ങൾക്ക് ഇത് തോന്നുന്നത് നിങ്ങളൊരു ഹെവനിലാണ് ഗൈസ്. ഹെവൻ, അതെ, സ്വർഗം. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം അല്ല, പക്ഷെ ഒരു വളരെ എക്സൈറ്റ്മെന്റ് ന്യൂസ് ഉണ്ട്. കാരണം അവിടെ ഉണ്ട് ഒത്തിരി ഫോഗിയാണ്. ലാസ്റ്റ് ടൈം ഞാൻ ഫോഗ് കണ്ടത് എൻ്റെ ചൈൽഡ്ഹുഡിലാണ്. നിങ്ങൾ എപ്പോഴും ഫോഗ് കണ്ടിട്ടുണ്ടോ? കോമെന്റ്സിൽ എഴുതുക. എനിവേസ്, അങ്ങനെയൊക്കെ സെറ്റായി. ഇനി ലെറ്റ്സ് എൻജോയ് ദിസ്. സോ ലെറ്റ് വോയിസ് ഓവർ നാദവ് ടു ദി റെസ്റ്റ് ഓഫ് ദി ഷോ. നമസ്കാരം, വോയിസ് ഓവർ നാദവ് കുക്കിംഗ് ഇൻ ദി ഹൗസ് ഗൈസ്. സോ ഇൻ ദ പ്രീവിയസ് വീഡിയോ ഞാൻ അലൂല പറ്റിയൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് സാറെ സത്യം പറഞ്ഞാൽ ആ സ്ഥലമായിരുന്നു അടിപൊളി കഥകളി. കാരണം അവിടെ നല്ല അടിപൊളി ഹിസ്റ്റോറിക് സ്ഥലമായിരുന്നു, ജസ്റ്റ് ലൈക്ക് ഹിസ്റ്റോറിക് യാംബു. ഇനി ആ സ്ഥലത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ ഗൈസ്? അത് ഹാഫ് ഡെസേർട്ട്, ഹാഫ് സവാന, എന്നിട്ട് ഹാഫ് മൗണ്ടൻ ആണ്. അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്തിനെ വിളിക്കുകയാണ് ജസമുവ. യാ, I hope you get it. Anyways, അലൂല നല്ല കിടിലൻ സ്ഥലമായിരുന്നു. ബട്ട് ഐ തിങ്ക് അൽബ ക്യാൻ ബി വേ ബെറ്റർ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ എപ്പോൾ നോക്കിയാലും വിന്റർ സീസണാണ്. ഇനി വിന്റർ സീസൺ പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സീസണാണ്. കാരണം ഈ സീസണിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഇടാൻ കിട്ടുന്നതാണ് സോക്സ്. അതെ, ഇത് ഇടുമ്പോൾ എനിക്ക് എൻ്റെ കാലിനുള്ള റിലാക്സേഷൻ കിട്ടും. അത് കാരണമാണ് വിന്റർ സീസൺ എൻ്റെ ഫേവറേറ്റ് സീസൺ. അപ്പൊ ഗൈസ്, ഇതൊരു 7 hours ലോങ് ഡ്രൈവ് ആണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ്, ചിൽ, എന്നിട്ട് നമ്മുടെ കൂടെ വ്യൂ എൻജോയ് ചെയ്യൂ ഗൈസ്. നമ്മുടെ ധനഞ്ജയ് എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ്. വൈദ്യുതി നമ്മൾ സംസാരിക്കാൻ ഒന്ന് മിണ്ടായിരിക്കോ? എനിവേസ്, നമ്മൾ എന്ത് സംസാരിക്കായിരുന്നു? I speak America. So good grammar, guys. So yeah, this creator you see here has so good grammar. Thank you. പക്ഷേ റീസൺ എന്താ? ഞാൻ ധനഞ്ജയോട് പറഞ്ഞു ധനഞ്ജയ് സ്പീക്സ് വെരി ഗുഡ് ജർമ്മനി. ഞാൻ മിസ്റ്റേക്ക് ചെയ്ത് പറഞ്ഞു, എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ അവനിങ്ങനെ ജോക്സ് ഉണ്ടാക്കാൻ തുടങ്ങി, ഇവനും ജോക്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ലൈക്ക് ഐ സ്പീക്ക് അമേരിക്ക. What about you? I speak Japan. Yeah, he speak I don't know. UK. So trapped. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ secretly Magnus Carlsen or something. Yeah. എടാ നിനക്ക് ജർമ്മനി ജർമ്മൻ നന്നായിട്ട് അറിയാം? Yeah, I look so good grammar. Sorry, you know German better than you. Okay, then tell me, what is coffee with chai? There is nothing called chai in German, okay? Oh, sorry. What is coffee myth? No. What do you want to say? What is coffee myth? With coffee. Oh, with coffee what? Dhananjay, coffee myth chai. This idiot. Bro, there is nothing called chai. How much times should we say? There is nothing called chai in German. I speak German and Malayalam together. In German, chai is called tea. Just like how I say in English. Oh, okay. Coffee with tea. It's coffee with tea. Yeah, we're gonna mix coffee and tea together. My heart. എന്താ? We're gonna get a cardiac arrest because of all of this caffeine. അങ്ങനെയൊക്കെ പോകും എന്റെ ഹാർട്ട്. എന്താ ഹാർട്ട്? ഇന്നലെ രാത്രി എന്ത് കഴിച്ചായിരുന്നു? കഴിച്ചിട്ടല്ല, നിന്റെ സംസാരം കേട്ടിട്ടാ. നല്ല ജോക്കാ. ആണോ? താങ്ക് യു. താങ്ക് യു. നല്ല ജോക്സ്.
What are you playing? What do you think I'm playing? Oh, chess. Sorry to disturb you. ചെസ് മാസ്റ്റർ പീസിന് വേണ്ടിയാണ്, പക്ഷെ നമുക്ക് വേണ്ടിയല്ല. നമ്മൾ യൂട്യൂബേഴ്സ് ആണ്. You think I'm not a YouTuber? ഇവന് ധനവും ഒരു യൂട്യൂബർ ആണ്. അവൻ എന്തോ ഒരു ഷിപ്സിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കും. ഷിപ്സിന്റെ എഡിറ്റ്സും വീഡിയോസ് ഒക്കെ ഉണ്ടാക്കും. എന്താന്ന് അറിയത്തില്ല. You just told it now. Okay, sorry. Guys, why did you subscribe to this guy? Bro! You are like, he makes chips and videos. I don't know what he makes. ചുമ്മാ രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അത്രയുള്ള എൻ്റെ അടുത്ത്. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. A few moments later. അങ്ങനെ ഗൈസ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബാത്റൂം ബ്രേക്കിന് വേണ്ടി ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിന്നു ഗൈസ്. ഗ്യാസ് സ്റ്റേഷന്റെ സൈഡിൽ നോക്കിയപ്പോ ഗൈസ് ഒരു ചെറിയൊരു ഡ്രൈവ് ത്രൂ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല കുറെ ഡ്രൈവ് ത്രൂസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ റെസ്റ്റോറന്റ് പേരായിരുന്നു അൽബേ. ഗൈസ് നമ്മൾ ബ്രേക്കിന് വേണ്ടി ഇവിടെ നിന്നൊക്കെയാണ്. എന്നിട്ട് നമ്മുടെ അടുത്ത് ഒരു സ്നാക്ക് ഉണ്ട്. ദാണ്ട് ഇത് പ്രിംഗിൾസ്. ഇതാണ് പ്രിംഗിൾസ് ASMR. ഇതാണ് പ്രിംഗിൾസ് ബാർബിക്യൂ ഫ്ലേവർ. ബാർബിക്യൂ. ഇനി ബാർബിക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഇവരുണ്ടല്ലോ ഈ ചിപ്സിനുള്ളോ ബാർബിക്യൂ ചെയ്ത് വെച്ചതാ. Where is Gerald? I don't know. Bro, he just went. What do you mean? Gerald came back. I saw Gerald. Anyways, ഈ പ്രിംഗിൾസ് ഫ്ലേവർ ഉണ്ടല്ലോ ബാർബിക്യൂ ഫ്ലേവർ കാണാതുണ്ടല്ലോ. ഇതിന് ബാർബിക്യൂല കുക്ക് ചെയ്ത കൈ. Yeah, it's actually kind of true. Bro, they just put barbecue flavor on it. Oh, You think they're gonna take one single chip and barbecue it so carefully? They're gonna barbecue it one by one. You think they're gonna do it like that? Guys, where the barbecue flavor to that? Give me it now. പതുക്കെ No, paduke. Okay. Piece of shit. ഞങ്ങൾ കഴിക്കാൻ പോകും. ബൈ. ഇതാണ് ചിക്കു. നമ്മുടെ ധനഞ്ജയ വളരെ റഷിലാണ്. അവന് പെട്ടെന്ന് പ്രിംഗിൾസ് കഴിക്കണം. Because I did not eat breakfast, you dumb. അപ്പൊ നമുക്ക് ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം ഗൈസ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗൈസ് നമ്മളൊരു ഫാൻസി റെസ്റ്റോറൻറ്റിലെത്തി ലഞ്ച് കഴിക്കാൻ. ഇതിന്റെ സൈഡിൽ ഒരു സ്റ്റെയർ കേസും ഉണ്ട് സർപ്രൈസിംഗ്ലി. ഇതിന് അടുത്ത് ചെന്നപ്പോൾ 2 ഡോർസും ഉണ്ട്. എന്നിട്ട് നല്ല വ്യൂ കാണുന്നുണ്ട്. എന്നിട്ട് അകത്ത് ചെന്നപ്പോൾ ഭയങ്കര സിനിമയായിരുന്നു. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഇരുന്ന് തിന്നാൻ പോകുന്നത്. എന്നിട്ട് ഈ റെസ്റ്റോറൻറ്റ് അടുത്ത് ലൈറ്റ്സ് നന്നായിട്ട് തിളക്കുന്നുണ്ട്. എന്നിട്ട് സത്യം പറഞ്ഞാൽ ഗൈസ് എന്റെ അഭിപ്രായത്തിൽ ഈ റെസ്റ്റോറൻ്റ് ആണ് അടിപൊളി കഥകളി. ഇനി കൊച്ചു പിള്ളേരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ ഗൈസ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തി. എന്നിട്ട് നമ്മൾ ഇവിടെ താഴെ ഇരിക്കാൻ പോവുകയാണ്. നന്ദിനി ഹായ്. ഹായ് ബാമി. എന്ത് കാണിക്ക ബാമി? താഴെ വീട് പോവേ. ബാമി താഴെ വീണ് പോവും. Are you recording me? Yes. Are you recording me too? Yes. Yay! ഞാൻ ഇതിന് മണ്ട താഴെ ഇരുന്നപ്പോ ഗൈസ് എനിക്കൊരു നല്ല വ്യൂ കിട്ടി. നോക്കിക്കേ, ഐ നോ അത് താഴെയാണ്, പക്ഷെ സ്റ്റിൽ നല്ല വ്യൂ. എന്നിട്ട് ഈ ലൈറ്റ്സും മേസിയൊക്കെ നോക്കിക്കേ. എന്ത് വ്യൂ. How is the place so far? What about you? The place? ചിക്കു എന്ത് കാണിക്ക? ഇതെന്താ ചിക്കു? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗൈസ് എൻ്റെ ജ്യൂസി ലുക്കിംഗ് മന്തി ഫൈനലി എൻ്റെ കയ്യിൽ കിട്ടി. മോസ്റ്റ്ലി എല്ലാവർക്കും മന്തി കിട്ടി, കാരണം ഇത് മന്തിയുടെ കടയാണ്. അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ കഴിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെ വരാം ഗൈസ്. A few moments later. ഗൈസ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്ന് നമ്മൾ ഫുഡൊക്കെ അടിച്ച് നല്ല അടിപൊളി കഥകളി ഫുഡായിരുന്നു ഗൈസ്.
നമ്മൾ സ്റ്റിൽ നമ്മുടെ സ്ഥലത്തിലെത്തിയിട്ടില്ല. നമ്മളല്ലോ ഹോട്ടലിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്തിൽ പോവാണ്. ആ സ്ഥലത്തിൽ നല്ല അടിപൊളി ആക്ടിവിറ്റീസ് ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ് വോയിസ് ഓവർ നാദർ ഡു ദ റെസ്റ്റ് ഓഫ് ദ ജോബ് അഗൈൻ. കാരണം ഞാൻ വ്യൂ എൻജോയ് ചെയ്യുക. So yeah, let's go. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ലഞ്ച് കഴിച്ചിട്ട് we finally hit the road. പിന്നെ ഗൈസ് പോകുന്ന വഴിയിൽ നമ്മൾ നമ്മുടെ ഹഷി ബഷ കട കണ്ടു. ഇവിടെ ഹഷി എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്. ഇവിടെ നിന്നാണ് ഒട്ടകത്തിന്റെ മീറ്റും മന്തിയും എന്നിട്ട് ബാക്കി ഒട്ടകത്തിന്റെ സാധനം കിട്ടുന്നത്. പിന്നെ ഒട്ടകത്തിന്റെ പേര് മിണ്ടിയപ്പോഴേ ഒട്ടകം വന്നു. നൈസ്. പിന്നെ ഗൈസ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ നമ്മളൊരു സ്നാക്ക് ബ്രേക്കിന് വേണ്ടി ഒരു റെസ്റ്റോറന്റിലെത്തി. എന്തെന്നാന്ന് അറിയത്തില്ല, ഒന്നും കഴിക്കാത്ത കാരണമാണ് ഞാൻ എനിക്ക് വേണ്ടി ഒരു കുപ്പി വെള്ളം എടുത്തു. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് സോഡയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. അത് കാരണമാണ് വെള്ളം എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ ഒരു ഫാമിലി സെക്ഷനിലെത്തി. പിന്നെ അവിടെ ദേവ എന്നോട് ഹായ് പറഞ്ഞായിരുന്നു. ഞാൻ അവന് ഒരു ലൈക്ക് കൊടുത്തു. പിന്നെ അവൻ എന്നെ തിരിച്ച് ലൈക്ക് സെറ്റൽ ആയി. എന്നിട്ട് എല്ലാവരും നിങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചു. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല. കാരണം നമുക്ക് വയർ നിറഞ്ഞു. നമ്മളൊരു മന്തി തന്നു. എന്തൊക്കെ കഴിക്കാനാ ഗൈസ്? നമ്മുടെ ധനഞ്ജയ എന്ത് കഴിക്കുവാണ്? എന്ത് കഴിക്കാടാ? What do you think I'm eating? Mango dessert? I'm eating Dubai chocolate. Bro, just say it. What are you eating? Mango ice cream. ദേവന്ത് കുടിക്കുന്നേ? Fresh lime. ഫ്രഷ് ലൈം. So fresh. So fresh. ഫ്രഷ് ആണോ? Fresh and it's my lime. It's my lime. Yo, what up? What's up? പിന്നെ ഗൈസ് വലിയൊരു കഴിച്ച് തീർക്കുന്ന വരെ നമ്മൾ ഈ റെസ്റ്റോറന്റ് ചെറിയൊരു റിവ്യൂ കാണാം. അതും നിങ്ങൾക്ക് വേണ്ടി. ഇതാരാ രമണെന്നോ? എനിക്കറിയില്ല. ഇവിടെ കുറച്ച് ജലേബി എന്നിട്ട് മറ്റേ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുറി നന്നായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് തോണ്ടി നമ്മുടെ ഫേവറേറ്റ് സാധനം ചിക്കൻ ബിരിയാണി. അങ്ങനെ ഗൈസ് നമ്മൾ റെസ്റ്റോറന്റിൽ വെളി വന്നു, കഴിച്ചു, എല്ലാം കഴിച്ചു, എല്ലാവരും കഴിച്ചു എക്സെപ്റ്റ് വീ. കാരണം ഓൺലി വെള്ളം എടുത്തു. ഞാൻ വെള്ളം മാത്രമേ കൊടുക്കത്തുള്ളൂ. കാരണം മന്തി കഴിച്ചിട്ട് സ്റ്റിൽ എന്റെ വയറകത്ത് ഒരു സ്പേസ് ഇല്ല ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ മാത്രമേ വെളിയിൽ ഇറങ്ങിയിട്ടുള്ളൂ. വലിയൊരു സ്റ്റിൽ തോണ്ടവരോ അവിടെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മറ്റു സ്ഥലത്തിൽ പോവാം ഗൈസ്. ഈ സ്ഥലം അത്ര പ്രത്യേകിച്ച് പെട്ടൊന്നുമല്ല. പക്ഷെ നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവാം. വൈ? കാരണം എല്ലാവരും ഇപ്പൊ ആൽബായിൽ എത്തിയതേ ഉള്ളൂ. എന്നിട്ട് ഒരു ഭയങ്കര ടയർഡായിരുന്നു. ഐ മീൻ എനിക്കും. എന്നിട്ട് എല്ലാവർക്കും ആക്ടിവിറ്റീസ് കാണാനും ചെയ്യാനും പോന്നു. പക്ഷേ എല്ലാവരും വിചാരിച്ചു ഇപ്പൊ നമ്മൾ ഹോട്ടലിലോട്ട് പോവാം, പിന്നെ നാളെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാം. അപ്പൊ ഗൈസ് നമ്മളൊരു ബാത്റൂം ബ്രേക്കിന് വേണ്ടി നിർത്തിയതാ. എന്നിട്ട് കുറച്ച് മഴ വീഴുന്നുണ്ട്. കാരണം ഇന്ന് രാത്രിയിലുള്ള ഭയങ്കര ഹെവി മഴയായിരിക്കും ഗൈസ്. ഹായ് ഹായ്. നല്ലോണം മഴ വീണ്ടും. എങ്ങനെ ഉണ്ടായിരുന്നു 7 hours ട്രിപ്പ്? എന്താ അയ്യോ ആരാണ് ഈ വേണ്ടാത്ത സമയത്തില് നമ്മുടെ മണ്ട മഴയിട്ട് നമ്മുടെ ദിവസം മുഴുവൻ തകർക്കാൻ? എന്റെ ദൈവമേ ഗൈസ്, നിങ്ങളത് കണ്ടായിരുന്നോ? ഇപ്പൊ ഓഹോ അത് ശരി. അപ്പൊ ആ തണ്ടർ ഞാൻ വിചാരിച്ചത് ഈ ലൈറ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ആക്ച്വൽ തണ്ടർ ആണെന്ന്. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം എല്ലാവരുടെ ബാത്റൂം ബ്രേക്സ് കഴിഞ്ഞു. എന്നിട്ട് വി ഫൈനലി ഹിറ്റ് ദ റോഡ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി, ഒരു ഫാൻസി ഹോട്ടൽ. ഇതിന്റെ അകത്ത് ചെന്നപ്പോ ഗൈസ് എനിക്കൊരു ലക്ഷറി ഫീൽ ആയിരുന്നു. ഇവിടെ ഒരു ചെറിയ കഫേ ഉണ്ട്, ഒരു ചെറിയ മെനു ഉണ്ട്, ഇവിടെ ഒരു എലിവേറ്ററും ഉണ്ട്. പോയി. ബട്ട് ഞാൻ സക്സസ്ഫുള്ളി മാനേജ് ചെയ്തു ഇതിന്റെ അകത്ത് കയറാൻ. പിന്നെ ഞാൻ എന്റെ ഫ്ലോറിന് പോകാൻ വേണ്ടി ഒരു ബട്ടൺ പ്രസ് ചെയ്തു. എന്നിട്ട് ഓണസ്റ്റ്ലി എലിവേറ്റർ നല്ലതാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്ലോറിലെത്തി. എന്നിട്ട് ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം, ഇതാണ് ബെഡ്റൂം. ഇതിന്റെ അകത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട്, ഒരു ഡോർവേ ഉണ്ട്, എന്നിട്ട് ഒരു ബെഡും ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു നല്ല ടിവിയും ഉണ്ട്.
അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി ഹോട്ടലിൽ എത്തിക്കുന്നുണ്ട്. നല്ല അടിപൊളി ലക്ഷറിയസ് ഹോട്ടലാണ്. നമ്മളിപ്പോൾ അലൂല ട്രിപ്പ് പോയത് പോലെ ആ മറ്റേ ഹോട്ടലും സെയിം ആയിരുന്നു, പക്ഷെ ഇത് ബെസ്റ്റാണ് ഗൈസ്. ഐ മീൻ മറ്റേ ഹോട്ടലും ബെസ്റ്റായിരുന്നു. ലെറ്റ്സ് ജസ്റ്റ് സേ രണ്ടും ബെസ്റ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ ഹോട്ടലെത്തി. എന്നാൽ നമ്മളുണ്ടല്ലോ കുറച്ച് വെളിയിൽ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങിച്ചു. ആക്ച്വലി കുറച്ച് ബ്രോസ്റ്റും എന്നിട്ട് ബർഗേഴ്സും വാങ്ങിച്ചു. ഇവിടെ ഓൾവേയിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി സെറ്റപ്സ് ഒക്കെ നടക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഇതാണ് ബിഗ് ബേക്ക്, ഫ്രഷ്ലി ഫ്രം അൽബേക്ക്. ഇനി നമുക്ക് ഇതിനെ കഴിക്കാൻ നോക്കാം. ഇതെന്താ തിരിഞ്ഞിരിക്കുകയാണല്ലോ, പക്ഷെ ഒരു മിനിറ്റ്. യാ, ഇതാണ് നമ്മുടെ ബിഗ് ബേക്ക്. ഇതിന്റെ അകത്ത് ചിക്കൻ, ചീസ്, അനിയൻസ് എല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിവേസ് എല്ലാരും താഴെ ഇരുന്നു കഴിക്കാൻ. അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് നിങ്ങൾ എടുത്ത് തരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഹോട്ടലിലെത്തി, നമ്മൾ ഡിന്നർ കഴിച്ചു. ഇനി നമ്മൾ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലാണ്. ഒത്തിരി പ്രൈവസി ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഡേ അൽബഹൽ ദേവ? മാത്രം ഈ ഹോട്ടലും അല്ല ഹോട്ടലും കുറച്ച് വലുതാണ്. really big but the small rooms are not stupid. They're asking for so much privacy. ചില സമയത്തില് കൊച്ചു പിള്ളേരായെങ്കിലും അഡൾട്ട്സ് പ്രൈവസി തരത്തില്ല. അങ്ങനെ ധനഞ്ജയ പറയുന്നത് അല്ല ധനഞ്ജയ? What do you think me? Everyone's doing. അങ്ങനെ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡേ അൽബാല കഴിഞ്ഞു. ഇനി മറ്റേ ദിവസമുള്ള ഗൈസ്. മറ്റേ ദിവസം നിങ്ങളുടെ ആ ആക്ടിവിറ്റീസ് കാണുമ്പോൾ ഗൈസ് നിങ്ങളുടെ മൈൻഡൊക്കെ ബ്ലോൺ ആണ് ഗൈസ്. ഐ സ്വെയർ ടു ഗോഡ്. അങ്ങനെ ഗൈസ് അത്രേ ഉള്ളൂ എൻ്റെ അടുത്ത് പറയാൻ. കാരണം എൻ്റെ അടുത്ത് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോഴത്തേക്ക് നമുക്ക് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ വരട്ടെ, ബൈ.